ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കേരളത്തിന് വൻ നേട്ടമുണ്ടാകുമെന്ന വാദത്തിൽ കഴമ്പില്ലെന്ന സാമ്പത്തിക വിദഗ്ധർ. സംസ്ഥാനത്തിന്റെ കയറ്റുമതി രംഗത്തിന് കരാർ നേട്ടമൊന്നും ഉണ്ടാക്കില്ല. യൂറോപ്യൻ യൂണിയന്റെ വാണിജ്യ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങുന്ന കരാറിൽ കാർഷിക വ്യവസായ മേഖലകൾക്കും ആശങ്കയുണ്ട്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ തുടങ്ങിയത് 2 പതിറ്റാണ്ട് മുമ്പാണ്. അമേരിക്കയുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് ചർച്ചകൾ പൂർത്തിയാക്കി കരാർ ഒപ്പുവയ്ക്കാനുള്ള നീക്കം. ഇന്ത്യ EU കരാർ കേരളത്തിന് നേട്ടമാകുമെന്ന പ്രചാരണത്തിൽ യാഥാർത്ഥ്യമില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും കാപ്പി, തേയില, റബ്ബർ, കയർ തുടങ്ങിയവയും പ്രത്യേക തീരുവയില്ലാതെയാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കരാർ നിലവിൽ വന്നാലും ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകില്ല. അതേസമയം ഗുണനിലവാരം ഉൾപ്പെടെ നോൺ താരിഫ് നിയന്ത്രണങ്ങൾ തടസ്സമാവുകയും ചെയ്യുമെന്ന് സാമ്പത്തിക വിദഗ്ധനായ S. മുരളീധരൻ പറയുന്നു. നികുതി നേരത്തെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താരിഫ് അല്ല, നോൺ താരിഫാണ് പ്രശ്നം. നോൺ താരിഫ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ഹെൽത്ത് സ്റ്റാൻഡേർഡ്, എൻവയൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്, അങ്ങനെ നമുക്ക് 10-12 എണ്ണം ലിസ്റ്റ് ചെയ്യാം. ഈ നോൺ താരിഫ് ബാരിയറുകളെ ഓവർകം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഗുണമുണ്ടാവും. ഈ അമേരിക്കൻ വിപണി എന്ന് പറയുന്നത് നല്ല ഒരു ശതമാനം സൗത്ത് ഇന്ത്യൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ UK മാത്രമേ ഉള്ളൂ. അത്രയും പ്രസൻസും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇല്ല. കർശന നിലവാര ശുചിത്വ മാനദണ്ഡങ്ങൾ കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയും ബാധിക്കും. ഇന്ത്യയുടെ 1/3 മാത്രം ജനസംഖ്യയുള്ള യൂറോപ്യൻ യൂണിയന് കരാറിന്റെ പേരിൽ കേന്ദ്രത്തിലെ BJP സർക്കാർ തുറന്നുകൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമാണ്. എന്നാൽ ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത് വളരെ ചെറിയ വിപണിയും. താരിഫിതര വെല്ലുവിളികൾ വേറെയും. കൈരളി ന്യൂസ്, കൊച്ചി.